ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് നിയമസഭയിൽ ആദ്യമായി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നത്. എന്തായിരുന്നു വിഷയം? നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത്. പക്ഷെ സാർ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പ്രതിപക്ഷ MLA-മാരോടുള്ള നയം എന്താണ്? പ്രതിപക്ഷ MLA-മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്? ഭരണപക്ഷ MLA-മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ MLA-മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത്? ഈ പദ്ധതികളെല്ലാം UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സാർ? വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? 8 വർഷക്കാലം ഒരുപാടുണ്ടല്ലോ. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊള ആൻസറാ. എല്ലാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴും സ്റ്റണ്ടുമായി വരും. എന്താ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും, കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. 4 വർഷം കഴിഞ്ഞു, ഇല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ഇന്നതാ അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക. അടുത്ത ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും. യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? ഇവരിത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളാണ്. അത് മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരൊറ്റ നേതാവും ഇന്ന് രാഷ്ട്രീയത്തിലില്ല. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാലം കഴിക്കും. അല്ല, എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ എങ്ങനെയാ? ഒരു വല്ലം